ബിഗ് ബോസ് മലയാളം സീസൺ 7 ആദ്യ ആഴ്ചയിലെ എവിക്ഷൻ പ്രക്രിയയാണ്. ആരായിരിക്കും പുറത്തേക്ക് പോകുന്നത്, എത്ര പേര് പുറത്തേക്ക് പോകും, നമുക്ക് ആ കാര്യത്തിലേക്ക് വരാം. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. പലരും പറയുന്ന ഒരു കാര്യം രേണു സുധി പുറത്താകും എന്നാണ്. ഒന്നിൽ കൂടുതൽ ആൾക്കാർ പുറത്താകുമെന്ന് ലാലേട്ടനും പറയുന്നുണ്ട്. അപ്പോൾ ആരൊക്കെ ആയിരിക്കാം അത്? നമുക്കൊരു സാധ്യത മാത്രമേ പറയാൻ പറ്റൂ. ഇതിൻ്റെ സസ്പെൻസ് ഒരിക്കലും പൊളിക്കാൻ പാടില്ല എന്നാണ് ലാലേട്ടൻ പറഞ്ഞത്. അതുകൊണ്ട് നമ്മളത് പറയുന്നില്ല. അത് നിയമവിരുദ്ധമായിട്ട് തന്നെ കിടക്കട്ടെ. അപ്പോൾ ആരായിരിക്കും പുറത്താവാനുള്ള സാധ്യത? നമുക്കറിയാം, ഹൗസിനകത്ത് ആക്റ്റീവ് അല്ലാത്ത 2 മത്സരാർത്ഥികൾ ഈ എവിക്ഷൻ പ്രക്രിയ നേരിടുന്നുണ്ട്. ഒരുപക്ഷെ അവരായിരിക്കാം പുറത്തേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതൽ. ഒരുപക്ഷെ കഴിഞ്ഞ തവണ ബിഗ് ബോസ് സീസൺ 6 ആദ്യ ആഴ്ച ഒരു മത്സരാർത്ഥിയെയും പുറത്താക്കിയില്ല. ഈ തവണ സീസൺ 7 എത്തുമ്പോൾ ഒരു മത്സരാർത്ഥിയെയും ആദ്യ ആഴ്ച പുറത്താക്കില്ല എന്നും പറയുന്നുണ്ട്. എന്നാൽ ഇത്തവണ പുറത്താക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. അത് എത്ര പേരെ എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് ആരാണെന്ന് നോക്കാം. അതിനു മുൻപ് ഇന്നലെ നടന്നൊരു സംഭവം, അക്ബർ ഖാൻ വിഷയം, അതായത് സെപ്റ്റിക് ടാങ്ക് വിഷയത്തിൽ രേണു സുധി വളരെ ലൈറ്റായിട്ട് ചമ്മിപ്പോയി എന്ന് പറഞ്ഞത് അവിടെ രേണു സുധിക്ക് പറ്റിയൊരു മണ്ടത്തരമായിപ്പോയി. ഒരുപക്ഷെ എന്നെ അപമാനിച്ചു, എനിക്ക് ആ അപമാനത്തിൽ നിന്ന് ഇതുവരെ പുറത്തേക്ക് വരാൻ പറ്റിയില്ല ലാലേട്ട എന്ന് രേണു സുധി പറഞ്ഞിരുന്നെങ്കിൽ വിഷയം അങ്ങനെയാവില്ലായിരുന്നു. ഒരുപക്ഷെ അങ്ങനെ കണക്കാക്കി തന്നെയായിരിക്കും ലാലേട്ടൻ വന്നതും. പക്ഷേ വിഷയങ്ങൾ അവിടെ സിമ്പിളായിട്ട് പരിഹരിക്കപ്പെട്ടു പോയി. അത് രേണു സുധീൻ്റെ അടുത്ത് നിന്ന് വന്നൊരു പാഴ്ചയാണ്. രേണു സുധിക്ക് വ്യക്തമായിട്ട് അവിടെ കാര്യങ്ങൾ പറയാമായിരുന്നു. അങ്ങനെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയാനുള്ള ഒരറിവ് രേണു സുധിക്ക് ഇല്ലാതായിപ്പോയി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇനി ഈ ഞായറാഴ്ചത്തേക്ക് വരുമ്പോൾ ആരായിരിക്കും പുറത്താവുന്ന മത്സരാർത്ഥി എന്ന് നോക്കുമ്പോൾ, ഹൗസിൽ ഏറ്റവും ആക്റ്റീവ് അല്ലാത്ത എന്നാൽ വോട്ടിംഗ് ശതമാനത്തിലൊക്കെ കുറവുള്ള ഒരു മത്സരാർത്ഥി എന്ന് പറയുന്നത് ഒരു സംശയമാണ്. സസ്പെൻസ് ഒന്നും നമ്മൾ വോട്ടിക്കുന്നല്ല, ഒരു സംശയമാണ്. ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് മുൻഷി രഞ്ജിത്ത് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മുൻഷി രഞ്ജിത്ത് ആയിരിക്കും പുറത്താവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് ആ സസ്പെൻസിലേക്ക് കടക്കുന്നില്ല, നമുക്കത് കണ്ടറിഞ്ഞ് തന്നെ കാണാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ മുൻഷി രഞ്ജിത്ത് ആയിരിക്കും പുറത്താവാനുള്ള സാധ്യതയുള്ള മത്സരാർത്ഥി.